നല്ല അടിപൊളി ദോശ കഴിക്കണമെങ്കിൽ ദോശ ചൗക്കി വരണം എന്നൊക്കെ ഞാൻ പറയണമെങ്കിൽ അത് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റാണ്. അത് അധികം സീറ്റിംഗ് സ്പേസ് ഒന്നുമില്ല. പിന്നെ എല്ലാം ഭയങ്കര ഒരു കൺജസ്റ്റഡ് ഫീലാണ്. വാഷ്റൂം കുഴപ്പമില്ല. പിന്നെ ആംബിയൻസ് ആണെങ്കിലും ഒരു ഓക്കെ. ഞാൻ മേടിച്ചത് ചില്ലി ഗാർലിക് മസാല ദോശ. അപ്പോൾ ഇതിനകത്ത് എന്താ ചില്ലി അത് ഉണ്ടായിരുന്ന അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. അതിനകത്തുള്ള മസാല കഴിച്ചു നോക്കട്ടെ. പ്രോപ്പർ സൗത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ടേസ്റ്റ് അല്ല. ശരവണ ഭവനിൽ നിന്നും തമിഴ് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല. ഇനി നമുക്ക് പനീർ മസാല ദോശ കഴിക്കാം. ഇതിനവർ ഇടയ്ക്ക് വെട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാരണം മസാല കിട്ടാൻ എളുപ്പമാണ്. മറ്റേത് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് നടുവിലെ മസാല. ഇത് പനീർ ക്യൂബായിട്ട് തന്നെയാണ്, ഷ്രെഡഡ് അല്ല. നമ്മൾ ശരവണ ഭവനിൽ നിന്ന് കഴിച്ചതൊക്കെ ഷ്രെഡഡ് പനീറായിരുന്നു. സാമ്പാറും ഒന്നുകൊണ്ട് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പനീർ ദോശ മസാല ദോശ കൊള്ളാം. 2 ദോശ മേടിച്ചതിന് ഇത്രയും വലിയ ബില്ല. എടാ അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കൊള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കാപ്പിയും കൊള്ളായിരുന്നു. ഞാൻ നല്ല കടുപ്പുള്ള കാപ്പി മേടിച്ചത്. അത് നല്ല നൈസായിരുന്നു. പിന്നെ സ്റ്റാഫ് ഒരാളേ ഉള്ളൂ. ഇവിടെ തിരക്കൊക്കെ വന്ന് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും അല്ലേ. പക്ഷെ പുള്ളി നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു. ബില്ല് എത്രയുണ്ട്? ബില്ല് ഇത്തിരി കൂടുതലാണ്. പ്രൈസ് ഇത്തിരി റെസ്റ്റോറൻറ്റ് കണ്ടു കഴിഞ്ഞ് ഇത്തിരി ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ആണെങ്കിലും പ്രൈസ് ഇത്തിരി ഉണ്ട്. എന്നാലും ഓക്കെയാണ്. അങ്ങനെ ഡീസൻറ്റ് പ്രൈസിങ് ആണ്. അതുകൊണ്ട് ഭയങ്കര പ്രൈസിങ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ചീപ്പുമാണെന്ന് ഞാൻ പറയുന്നില്ല. എത്രയായി? മൊത്തം നമ്മളിപ്പോൾ കഴിച്ചത് $40 അടുത്തായി. അടിപൊളി. വിത്ത് ടാക്സ്.